ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കിളിക്ക് എന്ത് പറ്റി എന്നുള്ളൊരു ഞാൻ നേരത്തെ ഒരു പാട്ട് 1 ആയിട്ട് ഇട്ടിരുന്നു. അതിനകത്ത് ഈ കിളി എങ്ങനെ കിട്ടുകയാണെന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കയറി കണ്ടിട്ട് വേണം പാട്ട് 2 വന്ന് കാണാനായിട്ട്. ഇത് പാട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ട്യൂട്ടോറിൽ പോകാനായിട്ട് ഒരുങ്ങി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ നെഞ്ച് പിടഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി ഇഷ്ടംപോലെ വെള്ളമൊക്കെ കൊടുത്തിട്ട് കിടന്നതാണ്. പക്ഷേ ചത്തു എന്നാണ് വിചാരിച്ചത്. പക്ഷേ ചത്തുപോയില്ലായിരുന്നു. എനിക്ക് അപ്പോഴാണ് ഒരു ശ്വാസം വീണത്. പിന്നെ നല്ല അപ്പിയൊക്കെ ഇട്ട് കൂടൊക്കെ നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറയുക, കഥക് തുറക്കാനായിട്ട് വെളിയിൽ ഒരുത്തൻ കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കാണുന്നത്, ഒരുത്തൻ കള്ളം അടിച്ചതേ വെളിയിൽ കിടപ്പുണ്ട്. ഇവനാട്ടോ ഈ പാവം കിളീനെ പിടിച്ചോണ്ടെന്ന്. അങ്ങനെ ഞാൻ ഡോർ അങ്ങ് അടച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അകത്ത് കിടന്നവൻ വെളിയിലായി, വെളിയിൽ കിടന്നൊരു കിളി ഇപ്പം അകത്തായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു വോമിനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാലും ഒരു അട്ടംപുഴു എന്നൊക്കെ വേണം പറയാൻ. അത് ആയതുകൊണ്ടാണ് എന്തോ അത് കഴിക്കാനത്. പിന്നെ ചോറ് തന്നെ അത് കഴിക്കുന്നില്ലായിരുന്നു. പിന്നെ ഈ ഒരു വെള്ളം മാത്രം കൊടുത്താൽ ഇത് കഴിക്കത്തില്ല. കുടിക്കുന്നുണ്ട്, പക്ഷേ അങ്ങനെ മാത്രം കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഓമനെ പിടിച്ച് വെച്ചിട്ട് കൊടുത്തപ്പോൾ ഇത് കഴിക്കുന്നില്ല. ഇത് ഭയങ്കര വിളിക്കുന്നു. അങ്ങനെ ഞാൻ കൊടുക്കാൻ ശ്രമിച്ചിട്ട് ഇത് കഴിക്കുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ ആ കിളീനെ അങ്ങ് എടുത്ത് വെച്ചിട്ട് തോനെ നേരം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ കൊടുക്കാനൊക്കെ നോക്കി. പക്ഷേ ഇത് കഴിക്കുന്നില്ല. പിന്നെ ആലോചിച്ച് പുഴു എന്തൊരു ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കണം, എന്നെ കൊടുക്കുന്നെങ്കിൽ ഞാൻ ആലോചിക്കണം, പാവം പുഴു ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലേ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ട് പിന്നെ ഞാൻ വെച്ചെങ്കിൽ പിന്നെ കൊടുക്കണ്ട, വെള്ളം കൊടുത്താൽ മതി ആലോചിച്ച് ഞാൻ പിന്നെ അങ്ങ് കൊണ്ട് കളയാമെന്ന് വിചാരിച്ചു. കിളീനല്ല കേട്ടോ, വോമിനെ, അതായത് പുഴുവിനെ ഞാൻ കൊണ്ടങ്ങ് കിട്ടിയെടുത്തതുകൊണ്ട് കളയാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ അന്ന് രാത്രിയാണ്, അന്ന് ഇതിനെ കിട്ടിയല്ലോ, അന്ന് കിളീനെ രാത്രിയല്ലോ കിട്ടിയത്. അപ്പോഴും ഞാൻ രാവിലെ ആക്കിയപ്പോഴും എണീറ്റപ്പോഴും ഒരു വെളിയിൽ പല്ലിക്കാനായിട്ട് ഇറങ്ങിപ്പോയപ്പോഴും ഒരു പുഴു ഇങ്ങനെ ക്ലിങ്ങിയോന്ന് പറഞ്ഞ് പോയി. പിന്നെ ഞാൻ ഇതിനെ എടുത്തുകൊണ്ട് വന്നു ഈ ഒരു കിളിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴൊന്നും ഞാൻ കിളീനെ നോക്കിയില്ലായിരുന്നു. എനിക്ക് നേരമില്ല, ട്യൂട്ടോറിയൽ രാവിലെ ഓടിപ്പോണം. എന്ത് പുഴുവെന്നല്ലേ കൊടുത്തത്, മറ്റേ നമ്മളെ ഈ ആട്ടൊന്നൊരു സൈസ് പുഴുവല്ല, അതിനെയാണ് കൊടുത്തത്. അതുകൊണ്ട് അതായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കഴിക്കാത്തത്. ഞാൻ പിന്നെ എന്നെ നിർബന്ധിച്ചൊന്നുമില്ല, കഴിയെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ നമ്മൾ ഒരു സാഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. നമ്മളന്ന് വൈകുന്നേരം ഈ വന്ന് ട്യൂഷൻ വിട്ട് സ്കൂളിൽ കഴിഞ്ഞ് വന്ന വൈകുന്നേരം നമ്മളങ്ങ് പാപ്പാല, അതായത് എൻ്റെ മൂത്തേമ്മയുടെ വീട്ടിൽ പോവാമെന്നും പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പം മൂത്തേമ്മയുടെ വീട്ടിൽ ഞാൻ കിളീനെ കൊണ്ടാണ് പോയത്, ചത്തുപോകുമെന്ന് പേടിച്ചിട്ട്. അത് അന്ന് രാവിലെയൊക്കെ ഈ വെള്ളം വെച്ച് കൊടുത്തതിൽ കയറി കിടന്നിട്ട് ഇത് നനഞ്ഞിൻ്റെ പിറമൊക്കെ നനഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അന്ന് രാവിലെ ഞാൻ മൂത്തേമേരെ വീട്ടിൽ അപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ ഈ കിളീനെ ഒന്ന് വെയിലെന്ന് വെച്ചാൽ ഇളം വെയിൽ, രാവിലത്തെ ഇളം വെയിലില്ലേ, ആ വെയിലത്ത് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് വെയിലൊക്കെ കൊള്ളിച്ച് ഉണങ്ങി, നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉണങ്ങി വന്നപ്പോഴും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ അകത്തെടുത്ത് വെച്ചു. പിന്നെ എൻ്റെ ചേച്ചി വന്ന് നോക്കി, അപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ എൻ്റെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ കിളി വടിയായെന്ന് തോന്നുന്നടി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടിപ്പോയി നോക്കിയപ്പോഴത്തേക്കും എൻ്റെ കിളി ചത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അന്ന് വീട്ടിൽ രാവിലെ നിൽക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പം അതാണ് സാഡ് ന്യൂസ്. എന്തായാലും ആ കിളി ചത്തു പോയിട്ടുണ്ട്. ഇത് ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ടാണ് കിളി ജീവനോടെ ഈ വീഡിയോയിൽ ഇരിക്കുന്നത്. പിന്നെ ആ കിളിക്ക് വേണ്ടി ഈ ഒരു വീഡിയോ എങ്കിലും എനിക്കിടാൻ പറ്റിയല്ലോ എന്നുള്ളത് കണ്ടാൽ നടക്കാനൊന്നും പറ്റില്ല. എൻ്റെ കാലിനൊക്കെ എന്തിനാ കുഴപ്പമുണ്ടായിരുന്നു. ഇതിങ്ങനെ തല ഇങ്ങനെ തിരിച്ചിട്ടിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് പേടിയാവും. ഇത് ചത്തു പോകുമെന്ന് അപ്പം തോന്നും. പിന്നെ ഇതേപോലത്തെ ഒരു ബാസ്ക്കറ്റ് കുട്ടയിലൊക്കെയാണ് നമ്മൾ ഇട്ട് വെച്ചിരുന്നത്. ഇത് ഞാൻ നോക്കിയപ്പോൾ അനങ്ങാതെ അവിടെ ഇങ്ങനെ കിടക്കുന്നു. പിന്നെ ഞാൻ കാണിച്ചിറങ്ങിയ ഏത് പുഴുവിനെയാണ് പിടിച്ചിരുന്നത്, ഈ ടെപ്പിക്കകത്താണ് പിടിച്ചത് കേട്ടോ. പിടിച്ചിട്ട് ഞാൻ അവിടെ കൊണ്ട് എവിടെ നിന്നാണ് ഇത് എടുത്തതെന്ന് ഇങ്ങനെ ആലോചിക്കില്ലേ. ഏതാണ്ട് ഈ ഒരു സ്ഥലത്തു നിന്നാണ് എന്നെ പിടിച്ചത്. നമ്മളെ ബേക്കിലോട്ട് ഇറങ്ങുമ്പോഴുള്ള ഒരു ഗ്രില്ലുണ്ടല്ലോ, ആ ഗ്രില്ലിൻ്റെ അവിടെ നിന്നാണ് പിടിച്ചത്. ഞാൻ കാണിച്ചു തരാം. ഈ പുഴുവിനായിട്ടാണ് ഞാൻ പിടിച്ചത്, വേറൊരു കളറിൽ പുഴു. അപ്പോൾ കാണാം വേറൊരു തള്ളപ്പുഴുവോടി ഇരിക്കുന്നു. ഞാൻ പേടിച്ചിറങ്ങി ഓടി ഇവിടെ മൊത്തം ആയതുകൊണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും ആ കിളി അവിടെ പോയപ്പോൾ ചത്തുപോയി. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഇനി ഇതേപോലെ നല്ല കിളികളെ കിട്ടട്ടെ, അത് ഇതേപോലെ സ്ഥിതിയിൽ കിട്ടാതിരിക്കട്ടെ.